വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രുതി ടീച്ചറാണ്. അപ്പോൾ മത്സര പരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളായിട്ടാണ് ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയാലോ? അതിനു മുമ്പ് നമ്മുടെ ലൈവ് ക്ലാസ്സുകളും കണ്ടന്റ് വീഡിയോസും കുഞ്ഞു ഷോർട്ട് വീഡിയോസും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. കാരണം വളരെ എഫക്റ്റീവായിട്ടാണ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടി അത് തരുന്നത്. അപ്പോൾ സൈലത്തിലെ എല്ലാ ക്ലാസ്സുകളും നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അതുപോലെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്താൽ അതിൻ്റെ സ്ലൈഡ്സ് ഒക്കെ നിങ്ങളിലേക്ക് എത്തും കേട്ടോ. നമ്മളെവിടെ ക്ലാസ് എടുക്കുന്ന ആ നോട്ട്സ് ഒക്കെ നിങ്ങളിലേക്ക് എത്താൻ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. നമുക്ക് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻ്റ് ഒക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെ ചോദ്യങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, നമുക്ക് വള്ളത്തോളിനെ അറിയാം അല്ലേ? മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ്. ഇദ്ദേഹം പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. കേരള വാൽമീകി എന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. കേരള വാൽമീകി എന്നറിയപ്പെടുന്ന കവി ആരാണെന്ന് ചോദിച്ചാൽ വള്ളത്തോളാണ്. കേരള ടാഗോർ എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. കേരള ടെന്നിസൺ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതേപോലെ ദേശീയ കവി എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ ദേശീയ കവി കേട്ടോ, ദേശീയതയുടെ കവി, ദേശീയതയുടെ കവി, ദേശീയതയുടെ കവി അല്ലെങ്കിൽ ദേശീയ കവി, ദേശീയതയുടെ കവി അല്ലെങ്കിൽ ദേശീയ കവി എന്നൊക്കെ വള്ളത്തോൾ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. വള്ളത്തോള്. പിന്നെ എന്താണ് ഇത്? കേരള ടെന്നിസൺ എന്ന പേരിൽ നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? കേരള ടെന്നിസൺ എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോളാണ്. പിന്നെ കേരള വാൽമീകിയും കേരള ടാഗോർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോളാണ്. നമ്മുടെ ദേശീയ ഗാനം ജനഗണമന എഴുതിയതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് അല്ലേ? അപ്പോൾ ദേശീയതയുടെ കവി എന്ന് നമ്മൾ വള്ളത്തോളിനെ വിളിക്കുന്നുണ്ട്. നിരവധി ദേശസ്നേഹം തുളുമ്പുന്ന കവിതകൾ നമുക്ക് തന്ന കവിയാണ് ആര്? വള്ളത്തോൾ. അപ്പോൾ കേരള ടാഗോർ എന്നാവുമ്പോൾ നമ്മൾ ദേശീയ ഗാനമൊക്കെ എഴുതിയത് ടാഗോറാണ്. അപ്പോൾ കേരളത്തിന്റെ, നമ്മുടെ മലയാളികളുടെ ദേശീയ കവി അല്ലെങ്കിൽ ദേശീയതയുടെ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ് കേട്ടോ. വള്ളത്തോൾ നാരായണ മേനോനാണ്. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി കേരള വ്യാസൻ എന്ന പേരിൽ ഒരു കവി അറിയപ്പെടുന്നുണ്ട്. അതാരാണ്? കേരള വ്യാസൻ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാനാണ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാനാണ്. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാ? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേട്ടോ. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളമാണ്. കേരള തുളസീദാസ് ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അപ്പോ കാളിദാസൻ വലിയ കോയിത്തമ്പുരാൻ, അങ്ങനെയൊക്കെ ഓർത്ത് വെക്കുക. വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കേരള തുളസീദാസ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ടീച്ചർ ഇങ്ങനെ സ്ട്രെസ് ചെയ്തൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ കംഫർട്ട് അങ്ങനെ പഠിക്കുക കേട്ടോ. ഇനി കേരള സൂർദാസ് പൂന്താനം ജ്ഞാനപ്പാനയുടെ കർത്താവ് പൂന്താനം അല്ലേ? ജ്ഞാനപ്പാനയൊക്കെ എഴുതിയതാരാണ്? പൂന്താനമാണ്. അതും ചിലപ്പോൾ ഒരു ചോദ്യമായിട്ടൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ജ്ഞാനപ്പാന കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അപ്പൊ ജ്ഞാനപ്പാന എഴുതിയതാരാണ് എന്ന് ചോദിച്ചാൽ പൂന്താനാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കേരള സൂർദാസ് എന്ന പേരിലാണ് കേട്ടോ. ഇനി കേരള ഹർഷൻ എന്ന പേരിൽ ഉള്ളൂരാണ്. ഹർഷൻ ഉള്ളൂരാണ് കേട്ടോ. ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് കേരള ഹർഷൻ എന്നറിയപ്പെടുന്നത്. ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ കേട്ടോ. ശബ്ദാഢ്യൻ എന്ന പേരിലും അറിയപ്പെടുന്നത് ആരാണ്? ഉള്ളൂരാണ്. ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. ഇനി കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് NN കക്കാടാണ്. സഫലമീ യാത്രയൊക്കെ എഴുതിയ NN കക്കാടാണ് കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത്. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത് N കൃഷ്ണപിള്ളയാണ്. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത് N കൃഷ്ണപിള്ള കേട്ടോ. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ചങ്ങമ്പുഴ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയാണ്. മനസ്വിനി പോലുള്ള മനോഹരമായ, വാഴക്കുല പോലുള്ള മനോഹരമായ കവിതകൾ മലയാളത്തിന് സമ്മാനിച്ച ചങ്ങമ്പുഴയാണ് നമ്മുടെ
കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് കേട്ടോ, കേരള ഓർഫ്യൂസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആത്മകഥകള് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അല്ലെ, ചില ആത്മകഥകള്. ആത്മകഥ എന്നുള്ള പേരിൽ പലരും എഴുതിയിട്ടുണ്ട്. ആത്മകഥ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കഥ തന്നെ എഴുതുന്നതിനെയാണ് ആത്മകഥ. ആത്മം എന്ന് പറഞ്ഞാൽ സ്വന്തമാണ് അല്ലേ, നമ്മളെ തന്നെ പറയുന്നത് ആത്മം അല്ലേ. ആത്മഹത്യ, സ്വയം ഹത്യ, സ്വയം കൊല ചെയ്യുന്നതിനാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. അതുപോലെ ആത്മകഥ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം കഥ അല്ലേ, നമ്മുടെ കഥ. ഒരു വ്യക്തി തൻ്റെ സ്വന്തം ജീവിതാനുഭവങ്ങൾ വിവരിച്ചെഴുതുന്ന ഒരു കൃതി, ഒരു പുസ്തകത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആത്മകഥ എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ നിന്നും മറിച്ച് ജീവചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള ഒരാളെ കുറിച്ച് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് എന്നെ പറ്റി എന്തെങ്കിലും എഴുതാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്ത് എഴുതുക, നിങ്ങൾ എഴുതുക. എൻ്റെ വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. അതാണ് ജീവചരിത്രക്കുറിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ആത്മകഥ എന്ന് പറയുന്നതും ജീവചരിത്രക്കുറിപ്പും വ്യത്യാസം മനസ്സിലായല്ലോ. ആത്മകഥ സ്വന്തം കഥയാണ്, ജീവചരിത്രക്കുറിപ്പ് മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ എഴുതുന്നതാണ് അല്ലെ. മറ്റുള്ളവരെ കുറിച്ച്, മറ്റുള്ള ഒരാളെ കുറിച്ച് വേറൊരാളെ എഴുതുന്നതാണ്. ഇനി ചില പ്രധാനപ്പെട്ട ജീവചരിത്രങ്ങൾ ആത്മകഥകൾ നമുക്കൊന്ന് പഠിക്കാം. ആത്മകഥ സ്വന്തമായിട്ട് എഴുതിയതാണേ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നു രാമകൃഷ്ണപിള്ള. ഇദ്ദേഹത്തെ പത്രത്തിലെ പല കാര്യങ്ങളും ഇദ്ദേഹം തുറന്നെഴുതിയതിന് എതിരെ ഇദ്ദേഹത്തെ അന്നത്തെ ദിവാൻ നാടുകടത്തിയതാണ്. അപ്പോൾ എൻ്റെ നാടുകടത്തലാണ് ആരുടെ ആത്മകഥ, നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥ, എൻ്റെ നാടുകടത്തൽ, എൻ്റെ നാടുകടത്തൽ. ഇനി സാഹിത്യ പഞ്ചാനനൻ അറിയപ്പെടുന്നത് ആരാണ്? PK നാരായണപിള്ളയാണ്. ആരാണ് സാഹിത്യ പഞ്ചാനനൻ? PK നാരായണപിള്ള. ഇദ്ദേഹം മരണമണ്ഡലം എന്ന് പറയുന്ന പേരിൽ ഒരു ആത്മകഥ എഴുതുകയുണ്ടായി. ഏതാണ്? മരണമണ്ഡലം. അപ്പൊ PK നാരായണപിള്ള സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെടുന്നുണ്ട്. മരണമണ്ഡലം ആരുടെ ആത്മകഥയാണ് എന്ന് ചോദിച്ചാല് PK നാരായണപിള്ളയുടെ ആത്മകഥയാണ് കേട്ടോ. ഇനി EV കൃഷ്ണപിള്ള. EV കൃഷ്ണപിള്ള എന്തെഴുതി? ജീവിതത്തിലെ ഓർമ്മകളെ കുറിച്ച് എഴുതി. എൻ്റെ അല്ല, ജീവിത സ്മരണകൾ. സ്മരണ എന്ന വാക്കിന്റെ അർത്ഥം ഓർമ്മ എന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ജീവിത സ്മരണകൾ EV കൃഷ്ണപിള്ള എഴുതുകയാണ്. എൻ്റെ ഇല്ല, കൃഷ്ണപിള്ള എഴുതിയാണ് ജീവിത സ്മരണകൾ. അപ്പോൾ സ്മരണകൾ എന്ന് പറഞ്ഞാൽ ഓർമ്മകളാണ്. ജീവിത ഓർമ്മകൾ അല്ലെങ്കിൽ അത് പറഞ്ഞാൽ തെറ്റാണ്. ഞാൻ ഇതിന്റെ അർത്ഥം പറഞ്ഞതാണ്. എൻ്റെ എന്ന് ചേർത്താലും അതും തെറ്റും. കാരണം എന്താണ്, പലരും പല പേരിലാണ് എഴുതുന്നത്. അവരെന്താണോ എഴുതി വെച്ച അത് തന്നെ നമ്മൾ പഠിക്കണം അല്ലെ. അവരെഴുതി വെച്ച എന്തൊരു കഷ്ടം, അത് തന്നെ നമ്മൾ പഠിക്കണ്ടേ അല്ലെ. ഞാനിപ്പോ ഒരു ആത്മകഥ എഴുതുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു പേരിലുള്ള ആത്മകഥ എഴുതാട്ടോ. അപ്പൊ ജീവിത സ്മരണകൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ കുറെ ഓർമ്മകളെ കുറിച്ച് ആരെഴുതി? EV കൃഷ്ണപിള്ള. ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മക്കളെ, ടീച്ചർ ഇങ്ങനെ എന്തെങ്കിലും ഒരു പറയുമ്പോൾ കണക്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി KM പണിക്കർ, സർദാർ KM പണിക്കർ, അദ്ദേഹം ഒരു ആത്മകഥ എഴുതുകയുണ്ടായി. അദ്ദേഹം നമ്മളൊന്നും ബുദ്ധിമുട്ടിച്ചില്ല. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്, ആത്മകഥ. അപ്പൊ KM പണിക്കർ എഴുതിയ ആത്മകഥയാണ് ആത്മകഥ. അതിന് വേറെ പേരൊന്നും ഇട്ടില്ല, ആത്മകഥ എന്ന് തന്നെ കേട്ടോ. ഇനി C കേശവൻ, അദ്ദേഹത്തിന്റെ ജീവിതം ഒരു സമരം തന്നെയായിരുന്നു. അപ്പൊ ജീവിത സമരത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ. അപ്പൊ ജീവിത സമരം എന്നത് ആരുടെ ആത്മകഥയാണ്? C കേശവൻ. ഇനി KP കേശവമേനോൻ. KP കേശവമേനോന്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. ഇനി ആരുടേതാണ്? KP കേശവമേനോന്റെ. ഇനി നിങ്ങളോടുള്ള ഇന്നത്തെ ചോദ്യമാണ്, കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ എന്ന് പറയുന്നത് ഒരാളുടെ ആത്മകഥയാണ്. വേണമെങ്കിൽ ഒരു ക്ലൂ ഞാൻ തരാം, ചിലപ്പോൾ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഇദ്ദേഹം ആരായിരുന്നു എന്ന് വെച്ചാല് കേരളത്തിലെ
ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അദ്ദേഹം മന്ത്രിന്റെ ഭരണകാലമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മരത്തിന്റെ മുകളിലുള്ള ഇലയെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. കുറെ കാലമായില്ലേ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട്. ഞാൻ പഠിച്ച ഒരു കോഡായിരുന്നു കേട്ടോ അത്, പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഇതിൽ നിന്ന് 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയാണ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു എന്നുള്ളതും കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് എന്നുള്ളതും. അപ്പോൾ ഉത്തരം എല്ലാവരും കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്. അതുവരേക്കും ടാറ്റാ ബൈ.